ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കാണിക്കാൻ പോണ വീഡിയോ എന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ വെച്ച പുതിയ ചെടികളുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചെടികൾക്ക് ഒഴിക്കണ വെള്ളം അത് ഫസ്റ്റ് ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു തരുന്നത്. അപ്പോൾ ഒന്നും എനിക്ക് ചെടികൾക്ക് ഒരു ഉഷാറും ഉണ്ടാവില്ല. അതായത് ഒരു പുഷ്ടിപ്പില്ലാതെ അങ്ങനെ അധികം വളരാതെ അങ്ങനെ നിൽക്കും ചെടി. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കിയാൽ വേറെ ഏതെങ്കിലും എന്തെങ്കിലും മിക്സിങ് ചേർത്തിട്ട് ആ വെള്ളം ഒഴിച്ച് നോക്കാം ചെടിക്ക് എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തി. എന്നിട്ട് അപ്പോൾ അത് കാണിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ചെടികളൊന്ന് കാണിക്കാം. ഇന്നലെ വെച്ച ചെടികളാണ് ഇത്. എനിക്ക് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെണ്ടുമല്ലിയാണ്. ഇന്നലെയാണ് തല വാടി കിടക്കുന്നുണ്ട്. ശരി വരുന്ന ഒരു പ്രതീക്ഷയിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് എനിക്ക് കിട്ടിയൊരു അടുക്ക് ചെമ്പരത്തി ഞാൻ പോയി വെച്ചിട്ട് ഇന്നലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കളർ അശോക തെച്ചിയാണ്. അതിൻ്റെ ചെടി ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ഞാൻ വീട്ടിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വരും, അതിന് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി അതിൻ്റെ അടിയിൽ കുറച്ച് കറ്റാർവാഴയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ നീരൊക്കെ ചേർത്ത് വെച്ചാൽ കാരണം അടിയിലൊരു തണുപ്പ് കിട്ടില്ലേ അതിന്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ വെള്ള റോസ് മുട്ട കണ്ടില്ലേ, വെള്ള റോസിൻ്റെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. വെള്ള റോസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു തരം തെച്ചി. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് എന്താണ് ഞാൻ കാണിക്കാൻ വന്നത്, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റോസിൻ്റെയൊക്കെ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് ഞാൻ കറ്റാർവാഴയുടെ ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ നട്ടു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അതുണ്ടോ ചെറിയ ഇത് വന്നിട്ടുണ്ട്, ഇതിനൊക്കെ മുള വന്നിട്ടുണ്ടോ. അത് വരും എന്നുള്ളത് മുളച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. അത് വാങ്ങിയ റോസിൻ്റെ കമ്പാണ് കേട്ടോ, വാങ്ങിയ റോസിൻ്റെ കൊമ്പാണ് ഞാൻ വെട്ടി വെച്ചിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ വെള്ളം, അതായത് ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടോണിക് മാതിരി റെഡിയാക്കിയിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ കാണിക്കാം. ഇതിലിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് കുറച്ച് പകുതി വെള്ളവും പകുതി കഞ്ഞിയുടെ വെള്ളം. പിന്നെ അതിൽ കുറച്ച് വലിയ ഉള്ളി, ചെറിയ ഉള്ളിയുടെ ആയാലും വലിയ ഉള്ളിയുടെ, തക്കാളി, അങ്ങനെ പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റും ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇത് ഡെയിലി ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ഇതിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇത് അങ്ങനെ കടന്നിട്ട് അങ്ങനെ നല്ലതായിട്ട് ഇതിൻ്റെ വെള്ളം എടുത്ത് ഞാൻ ചെടിക്ക് ഒഴിച്ച് വിടും. ഇതാണ് കണ്ടില്ലേ, ഇതിങ്ങനെ അടച്ചു വെക്കും ഞാൻ. അത് വൈകുന്നേരം വന്നിട്ട് ഞാൻ അതിന് എടുത്തിട്ട് അതങ്ങനെ ഒഴിച്ച് വിടും. ഇങ്ങനെ ഒഴിച്ച് വിടുകൊണ്ടാൽ എന്താണെന്നല്ല, ഒരാഴ്ച 2 ആഴ്ചയായി ഇപ്പം ഇങ്ങനെ ഒഴിക്കേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എൻ്റെ അരളിച്ചെടിയിലൊക്കെ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ വെള്ളത്തിൻ്റെ ഗുണമാണോ എന്താ അറിയില്ല, നന്നായിട്ട് മൊട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ചെടികൾക്കും ഒരു എക്സ്ട്രാ ഒരു പുഷ്ടിപ്പ് കിട്ടിയ മാതിരി ഉണ്ട്. നന്നായിട്ട് വളരുന്നുണ്ട് ചെടികൾ. കണ്ടില്ലേ, എൻ്റെ റോസിലൊക്കെ മൊട്ടിട്ടു. റോസൊക്കെ മൊട്ട് വരാതെ അങ്ങനെ എന്തോ ഒരു മാതിരിയിട്ട് നേർന്നാണ്. ഇപ്പോൾ റോസൊക്കെ കുറച്ചൊരു പുഷ്ടിപ്പ് വന്നിട്ടുണ്ട്. റോസൊക്കെ നല്ല മൊട്ടിട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് വരൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിനെല്ലാം ഇത് ഒഴിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പൂവൊക്കെ നന്നായി. മറ്റൊക്കെ കരിയൽ തുടങ്ങിയേക്കും. ഇതാ നിങ്ങൾക്ക് ഇതിലേ കണ്ടാൽ മനസ്സിലാവും, ചിലപ്പോൾ ഉണ്ടാവും. ഒരു ജാതി കരിഞ്ഞ മാതിരി ഉണ്ടായിരുന്നു. അത് കാരണം ഒരു ഇതങ്ങനെ വന്നിരുന്നു. കരിയണ മാതിരി ഇങ്ങനെയൊക്കെ ഒരു മാതിരി ആവുക. ഇപ്പോഴൊക്കെ അങ്ങനെ അധികം വരുന്നില്ല. അപ്പോൾ പൂവ് നന്നായിട്ട് നല്ല ബ്രൈറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഒഴിക്കൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിലൊക്കെ നിത്യകല്യാണി ഇവരൊക്കെ നിറയെ പൂവ് വരൽ തുടങ്ങി. കേട്ടില്ലേ. പിന്നെ ഇപ്പോൾ ഇതാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ വെറും ചോറുണ്ടാൽ നമുക്ക് എല്ലാ വൈറ്റമിനും കിട്ടില്ല. നമ്മൾ അത് കഴിക്കണം, ഡേറ്റ്സ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം എന്നൊക്കെ പറയും. അതേമാതിരി തന്നെ ചെടികൾക്കും. കാരണം വെറും വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു സത്തും ഇല്ല. അതിൽ കുറച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇതേമാതിരിയൊക്കെ ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ അതിനും കുറച്ച് എല്ലാ വിറ്റാമിനും കിട്ടട്ടെ. അവരും കുറച്ച് നന്നായിട്ട് വളരുമല്ലോ. ഓക്കെ, താങ്ക് യു.